വി.എസ്. അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം വഹിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതി പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ജനാവലി തന്നെയാണ് അവിടേക്കും ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അഭിവാദ്യമർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ വലിയ ചുടുകാട്ടിൽ നടക്കും. അതിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നിന്നും തലസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ആരംഭിച്ചത്. വിലാപയാത്ര മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് നടന്നത്. വിവിധ മേഖലകളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം പൊതുജനങ്ങൾക്ക് നൽകിയിരുന്നു. എന്നാൽ ആ മുൻകൂട്ടി നിശ്ചയിച്ച സമയം, ആ സമയക്രമം അപ്പാടെ തെറ്റിക്കുന്ന രീതിയിൽ അഭൂതപൂർവമായ ജനാവലിയാണ് വി.എസിനെ അവസാനമായി കാണാൻ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയിരുന്നത്. കേരളം കണ്ട വലിയ വിലാപയാത്രകളിൽ ഒന്നായി വി.എസിൻ്റെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിച്ചേർന്നു. വലിയ ജനാവലി ഇപ്പോഴും അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ചുടുകാട്ടിൽ വൈകിട്ടോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മനോജ് കൂടി ചേരുകയാണ്. മനോജ്, ഇപ്പോൾ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഭൗതികദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനമുണ്ടാകും. അതിനുശേഷം വലിയ രീതിയിലുള്ള പൊതുദർശനവും പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും അവിടത്തേക്ക് വലിയ ജനാവലി എത്തിച്ചേരുന്ന, ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണല്ലേ? ജനാവലി തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ദർബാർ ഹാളിൽ നിന്നും, അതായത് അനന്തപുരിയിലെ ദർബാർ ഹാളിൽ നിന്നും ഈ വിലാപയാത്ര ആരംഭിച്ചത്. അത് പലയിടത്തും തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി പുറപ്പെട്ട ആ വിലാപയാത്ര ഇന്നാണ് ഇപ്പോൾ വീട്ടിലേക്ക് അല്പസമയം മുമ്പാണ് എത്തിയിട്ടുള്ളത്. ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും അനുഭാവികളും അടക്കം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി ഓഫീസിലേക്കും എത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷമാണ് റീക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം വെച്ചിട്ടുള്ളത്. അവിടേക്കും നിരവധി പ്രവർത്തകരാണ് എത്തുക. എന്തായാലും അത് കഴിഞ്ഞ ശേഷം വൈകിട്ടോടുകൂടി സംസ്കാരം നടക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതായത് വിലാപയാത്രയുടെ സമയക്രമത്തിൽ മാറ്റം വരുമോ എന്നതിൽ. അതിൽ ചില കേന്ദ്രങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ജില്ലയിലും വിവിധ ഇടങ്ങൾ ഈ ആളുകൾക്ക്, അനുഭാവികൾക്കും ഒക്കെ വി.എസിനെ അവസാനമായി കാണുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. അത്തരത്തിലുള്ള ചില കേന്ദ്രങ്ങൾ ഒഴിവാക്കിയാണ് ഇന്ന് രാവിലെയോടുകൂടി ഇവിടേക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നത്. പിന്നീട് അല്പസമയം മുമ്പ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നുള്ള ആ പേര്, ആ വീട്ടുപേര്, ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വി.എസ് ജനിച്ചു വളർന്ന ആ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. വി.എസിന്റെ രാഷ്ട്രീയ പ്രവേശനം ആ കാലഘട്ടത്തിലേക്ക് തന്നെ പ്രധാനമായും ഇന്ന് അതിന്റെ ഓർമ്മകൾ ഇവിടെയുള്ള ജനങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾ ഒരുപാട് പേരുണ്ട്. വി.എസിന്റെ പാത പിന്തുടർന്ന് പാർട്ടിയിലേക്ക് എത്തിയിട്ടുള്ള നിരവധി ആളുകൾ. വി.എസിനെ അന്ന് കൃഷ്ണപിള്ള കൊണ്ടുവന്ന ആ ഒരു ചരിത്രം നമുക്കറിയാം. അതിനുശേഷം വി.എസിന്റെ പാതയിലൂടെ നടന്നു നീങ്ങിയ ഒരുപാട് പാർട്ടി പ്രവർത്തകർക്കുണ്ട്. അവർക്കൊക്കെ തന്നെ അക്കാലത്ത് ആവേശകരമായിരുന്ന ഒരു നേതാവ്. അദ്ദേഹത്തിന്റെ വിയോഗം വലിയ സങ്കടത്തോടെയാണ് അവർ ഓരോരുത്തരും പങ്കുവെക്കുന്നത്. എന്ന് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ആ സ്ഥലത്തേക്ക്, അതായത് അദ്ദേഹം ജനിച്ചു വളർന്ന ആ വീട്ടിലേക്ക് നിരവധി പേർ എത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും എത്തുന്നു. പണ്ട് ഈ ജില്ലയിൽ നിന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് വരുന്നത്. അതായത് ആദ്യ കാലഘട്ടത്തിൽ ഈ ആലപ്പുഴയിലെ തന്നെ ജില്ലാ സെക്രട്ടറി അടക്കം ആയി എന്നുള്ളതാണ്. CPI ആയിരുന്നു അന്ന്. അതിനുശേഷം 64 പാർട്ടി രണ്ടായി പിളർന്നപ്പോഴാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി അദ്ദേഹം എത്തുന്നത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഓരോ വീതിയും പല തരത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും. അത് തെരഞ്ഞെടുപ്പുകളിലായാലും അല്ലാതെ വേദിയിലായാലും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ വരെ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗം അത് കേരള ജനതയെ ഒന്നാകെ തന്നെ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ ഈ നാടിനെ വിട്ടുപിരിഞ്ഞോ അല്ലെങ്കിൽ ഈ നാടിനോട് വിട പറയുകയാണെന്നുള്ള ആ ഒരു വിവരം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. അനന്തപുരിയിലേക്ക് നിരവധി ആളുകൾ അദ്ദേഹമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അങ്ങനെ നിരവധി ആളുകൾ ഒഴുകിയെത്തി എന്നുള്ളതാണ്. അങ്ങനെ അനന്തപുരിയോട് അദ്ദേഹം വിട പറഞ്ഞു. അങ്ങനെ ഓരോ
ജില്ലകൾ കടന്ന് കൊല്ലവും കടന്ന് ആലപ്പുഴയിലേക്ക് എത്തി ഈ ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുക. കാരണം പുന്നപ്രയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ സമര ചരിത്രങ്ങളൊക്കെ തുടങ്ങുന്നത്. എന്തായാലും ആ നാട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ത്യാഗോജ്ജലമായിട്ടുള്ള ആ സമര പോരാട്ടവും ഓർമ്മകളും ഒക്കെ ഇന്ന് പ്രവർത്തകർ പങ്കുവയ്ക്കുകയാണ്. ആ കണ്ണീരോടുകൂടി അദ്ദേഹത്തെ ഓർക്കുകയാണ്. എന്തായാലും വീസിനെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിലാളി മേഖലയിൽ, അതായത് കയർ തൊഴിലാളികൾക്കിടയിൽ വരെ അന്ന് പ്രവർത്തിച്ച ഒരു സമയത്തൊക്കെ നിരവധി ആളുകൾക്ക് പ്രചോദനമാകാനും അതോടൊപ്പം തന്നെ ആവേശമാകാനും അന്ന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ആ പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് എത്തുമ്പോഴും അദ്ദേഹം ഈ ജില്ലയിലെ പ്രവർത്തകർക്ക് എന്നും പുന്നപ്ര എന്ന് പറയുമ്പോൾ തന്നെ VS-ന്റെ പേര് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അവസരത്തിൽ തന്നെ പുന്നപ്രയിലേക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു മൃതദേഹം എത്തുമ്പോൾ ആവേശത്തോടുകൂടി ഈ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, പഴയ ആവേശത്തോടെയുള്ള പ്രസംഗവും അതോടൊപ്പം തന്നെ പഴയ അനുഭവങ്ങളും ഒക്കെ ഓരോരുത്തരെ പറയുമ്പോൾ അവരുടെ കണ്ണുകളൊക്കെ നിറകണ്ണുകളാണ്. കാരണം അത്തരത്തിലൊരു നേതാവാണ് തങ്ങളെ വിട്ടുപോയിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ പോലും ഇന്നും ആ ഒരു ചെറുപ്പം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന, വർഷങ്ങളായി ഉണ്ടായിരുന്ന ഡ്രൈവറായിട്ടുള്ള സുന്ദരൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പങ്കുവച്ചതാണ് ആ സുന്ദരനുമായിട്ടുള്ള അനുഭവം. അതായത് എല്ലാ തവണയും അദ്ദേഹം ചെറുപ്പമായിരുന്നു എന്നുള്ളതാണ്. തന്റെ ഈ ഒരു വയസ്സിൽ തന്നെ അദ്ദേഹം ഹിന്ദി പഠിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും അതോടൊപ്പം ഗ്രൗണ്ടിലെത്തിയാൽ നടക്കുവാൻ പറയുമ്പോൾ ഓടണമെന്ന് പറയുന്ന അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആ ഡ്രൈവർ അടക്കം പങ്കുവച്ചിരുന്നു. അങ്ങനെ VS-ന്റെ ചെറുപ്പം അത് എപ്പോഴും ആ ചെറുപ്പമായി തന്നെ നിലനിന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു നിമിഷങ്ങൾ അതൊക്കെ തന്നെ വൈകാരികമായിട്ടുള്ള പ്രവർത്തകരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇനി ആ വീട്ടിൽ നിന്നും കൊണ്ടുവരിക CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇവിടെ മന്ത്രിമാരടക്കമുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രി സജി ചെറിയാൻ, മറ്റ് CPM-ന്റെ നേതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. റെഡ് വോളണ്ടിയർമാർ ഈ ഗതാഗത നിയന്ത്രണമൊക്കെ നോക്കി. അതോടൊപ്പം പോലീസും കൃത്യമായിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുന്ന വഴിയിലൂടെ വാഹനം എത്തിക്കേണ്ടതുണ്ട്. നിരവധി പ്രവർത്തകർ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ക്രമീകരിച്ച ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് ആ വാഹനം കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കൊണ്ടുവന്നാലും 20 മിനിറ്റിലധികം, ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്ന പ്രവർത്തകർക്ക് നേതാക്കൾ നിർദ്ദേശം നൽകുന്നുണ്ട് റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകണമെന്നുള്ളത്. കാരണം ഇവിടെ പാർട്ടി നേതാക്കൾക്കും പാർട്ടിയുടെ മെമ്പർമാർക്കുമാണ് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇനി റീക്രിയേഷൻ ഗ്രൗണ്ടിലാണ് ആലപ്പുഴയിലുള്ള ജനങ്ങൾക്കൊക്കെ VS-നെ അവസാനമായി കാണാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ശരി, VS-ന്റെ മൃതദേഹം ആലപ്പുഴ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ചത്. സംസ്കാരം വൈകിട്ട് വലിയ ചുടുകാട്ടിലാണ്. ഇപ്പോൾ വസതിയിൽ നിന്നും അല്പസമയത്തിനകം തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഭൗതികദേഹം എത്തിക്കും. അതിനുശേഷമായിരിക്കും വിപുലമായി പൊതുദർശനം സാധാരണക്കാരായ ആൾക്കാർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരവും ഒരുക്കുക. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.